ചില ആളുകൾ തെറ്റ് ചെയ്താൽ അപ്പൊ തന്നെ ശിക്ഷ ഉണ്ടാവും. ഒരു ഹറാമ് കണ്ടാൽ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും കല്ല് തട്ടി അവർ നിലത്ത് വീഴും, കാലിൽ നിന്ന് ചോര വരും. അത് വെറുതെ ഉണ്ടായതല്ല, അള്ളാഹുവിന് അയാളോട് ഇഷ്ടമുള്ളത് കൊണ്ട് അയാൾ ചെയ്ത ഹറാമിന് ഉടനെ തന്നെ അള്ളാഹു ശിക്ഷ തരികയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, പുറത്തുപോയി ഞങ്ങളൊരു തെറ്റു ചെയ്താൽ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയുടെ സ്വഭാവത്തിൽ ഞങ്ങൾക്കത് കാണാറുണ്ട്. പുറത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തിരിച്ചു വീട്ടിൽ വരുമ്പോ ഭാര്യ ഇങ്ങനെയുണ്ടോ, മുഖം കറുപ്പിച്ച് അന്ന് രാത്രി മര്യാദക്ക് ഉറങ്ങാൻ വിടൂല. എന്താ കാരണം? നിങ്ങളുടെ പുറത്തു പോയിട്ട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ അതിനുള്ള ശിക്ഷ തരാണ്. ചില മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് തെറ്റ് ചെയ്താൽ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ഭാര്യയിലൂടെ ആ തെറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അവരുടെ വാഹനം ഒട്ടകങ്ങളിലൂടെ കാണാൻ കഴിയും. നമ്മളും വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോ ചിലപ്പോൾ നമ്മുടെ ടയർ പഞ്ചറാകും. അത് നമ്മൾ ചെയ്ത തെറ്റിന് അല്ലാഹു തആല ശിക്ഷ തരുന്നതാണ്. അത് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട്. അപ്പൊ ദേഷ്യപ്പെടുകയല്ല, ചൊടിക്കുകയല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അല്ലാഹു ഈ പരീക്ഷണം തന്നത്. ഈ ഒരു മെന്റാലിറ്റിയോടെയാണ് ഇത്തരം പരീക്ഷണങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ. നിശ്ചയം എത്രത്തോളം അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാകും. എത്ര പരീക്ഷണങ്ങൾ നിങ്ങൾ സഹിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി പ്രതിഫലം അല്ലാഹു ആഖിറത്തിൽ തരും. ഇളമൽ ജസാഇ, അല്ലാഹു നിങ്ങൾക്ക് പാരത്രിക ലോകത്ത് നൽകുന്ന സ്ഥാനങ്ങളുടെ ഏറ്റക്കുറച്ചിൽ എന്ന് പറയുന്നത് ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ്. അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു അവനെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും ആ പരീക്ഷണങ്ങളിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവരെ അല്ലാഹുവിനും ഇഷ്ടമാണ്. ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും കോപം വന്നാൽ അവരോട് അല്ലാഹുവിനും കോപമാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത്? ഈ പറയുന്നത് ഒരു ക്യാൻസർ രോഗിയുണ്ടായാൽ, നിങ്ങളൊരു ക്യാൻസർ രോഗിയായാൽ അല്ലാഹു തആല ആ ക്യാൻസർ രോഗം കാരണത്താൽ ദുനിയാവിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഡോക്ടർമാർ നിങ്ങളെ കീമോ ചെയ്യാറുണ്ടെങ്കിൽ, റേഡിയേഷൻ നൽകാറുണ്ടെങ്കിൽ, തീ കൊണ്ട് ക്യാൻസറിന്റെ കോശങ്ങളെ തടയാറുണ്ടെങ്കിൽ അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തീ കൊണ്ടുള്ള ചികിത്സ അനുഭവിക്കേണ്ടി വന്നതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നരകത്തിന്റെ തീ കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കൂല എന്നാണ് അല്ലാഹു പറയുന്നത്. ലാ യജ്മഉല്ലാഹു ബൈനൽ ഖൗഫൈൻ, രണ്ട് ഭയം ഉണ്ടാവൂല, രണ്ട് തീ കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാവൂല. ദുനിയാവിലും തീ കൊണ്ടുള്ള പരീക്ഷണം, ആഖിറത്തിലും തീ കൊണ്ടുള്ള പരീക്ഷണം. ദുനിയാവിൽ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നവരാൾ, തീ കൊണ്ട് ചികിത്സിക്കപ്പെടുന്നവരാൾ ആഖിറത്തിലെത്തിയാൽ അവർക്ക് അല്ലാഹു തീ കൊണ്ട് ശിക്ഷ നൽകൂല. ദുനിയാവിൽ വെള്ളം കുടിക്കാൻ കഴിയാതെ പരീക്ഷിക്കപ്പെട്ടാൽ ആഖിറത്തിൽ നിങ്ങൾ ദാഹം കൊണ്ട് പരീക്ഷിക്കപ്പെടൂല. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ലാ അജ്മഉ ലി അബ്ദി അംനൈനി വലാ ഖൗഫൈൻ. നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയാണ്, കിഡ്നി തകരാറിലായി വൃക്ക മാറ്റിവെക്കേണ്ട രോഗിയാണ്, ശക്തമായി ചൂടുള്ള സമയത്ത് പോലും വെള്ളം കുടിക്കാൻ കഴിയാതെ ദാഹം കൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്ന കിഡ്നി തകരാറിലായ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് പാരത്രിക ലോകത്ത് ദാഹിക്കേണ്ടി വരൂല. ഹൗദുൽ കൗസറിൽ നിന്ന് അല്ലാഹു കുടിപ്പിക്കും. എന്തുകൊണ്ട്? ദുനിയാവിൽ ഒരുപാട് ദാഹം സഹിച്ചവരല്ലേ നിങ്ങൾ. ദുനിയാവിൽ ദാഹം സഹിച്ചാൽ അല്ലാഹു ആഖിറത്തിൽ എന്തിരും ദാഹിപ്പിക്കൂല. പക്ഷെ ഇതൊക്കെ എപ്പോഴാണ്? ഈ പരീക്ഷണത്തെ തൃപ്തിപ്പെടാൻ നമ്മൾ തയ്യാറായാൽ, ഈ പരീക്ഷണങ്ങളിൽ തൃപ്തിപ്പെടാൻ, പൊരുത്തപ്പെടാൻ നമ്മൾ തയ്യാറാവണം. അഥവാ അസുഖം അല്ലാഹു തരുമ്പോ എന്റെ റബ്ബ് തന്ന പരീക്ഷണമാണ്, അൽഹംദുലില്ലാഹ്. ക്യാൻസർ
ക്യാൻസർ രോഗം അല്ലാഹു തന്നതാണ്, അൽഹംദുലില്ലാഹ്. ഡയാലിസിസ് ചെയ്യേണ്ടി വന്നത് അല്ലാഹു നൽകിയ പരീക്ഷണമാണ്, അൽഹംദുലില്ലാഹ്. എന്നിട്ട് ക്ഷമിക്കാൻ തയ്യാറായാൽ ഡയാലിസിസ് കാരണം നിങ്ങൾ അനുഭവിച്ച ദാഹം അല്ലാഹു തആല ആഖിറത്തിൽ മഹ്ശറയിൽ നിങ്ങളെ ദാഹിപ്പിക്കൂല. ലാ അജ്മഉ ബൈന ഖൗഫൈനി വ അംനൈൻ. ഇവിടെ ദാഹിച്ചവർ അവിടെ ദാഹിക്കേണ്ടി വരൂല. ഇവിടെ തീ കൊണ്ട് ചികിത്സിക്കപ്പെട്ടവർ അവിടെ തീ കൊണ്ട് ചികിത്സിക്കപ്പെടൂല. തീ കൊണ്ട് പരീക്ഷിക്കപ്പെടൂല. തീ കൊണ്ട് അല്ലാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിർത്താനുള്ള സമയം പറയണം. സമയം പറഞ്ഞോളിട്ടോ. മഹാനായ മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവ് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അശദ്ദു ബലാ. നബിയെ, ആർക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടത് ആരാണ് നബിയെ? അയ്യുന്നാസി അശദ്ദു ബലാ. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നത് ആരാണ് നബിയെ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അൽ അംബിയാ, പ്രവാചകന്മാരായ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുക. ഇവിടെ ദാരിദ്ര്യമുണ്ടായാൽ, ഇവിടെ പട്ടിണി കിടക്കേണ്ടി വന്നാൽ, ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായാൽ, നാളെ ആഖിറത്തിലെത്തിയാൽ ഇവിടത്തെ മുതലാളിമാരെക്കാൾ 500 വർഷം നേരത്തെ സ്വർഗത്തിലെത്താം എന്നാണ് പറഞ്ഞത്. 2 പേടി ഉണ്ടാവൂല. ഇവിടെ സാമ്പത്തിക അഭിവൃദ്ധിയില്ല, പട്ടിണി കിടക്കേണ്ടി വന്നു. അയാള് ബെൻസ് വാങ്ങിച്ചപ്പോൾ ഒരു സ്വിഫ്റ്റ് പോലും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. മറ്റയാള് സ്വിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ ഒരു ബൈക്ക് പോലും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അയാള് കൊട്ടാര സമാനമായ വീടെടുത്തിട്ട് ബാത്റൂമിന് കിച്ചണിന് തന്നെ 50 ലക്ഷം ചെലവഴിച്ചപ്പോ നമ്മൾക്ക് 25 ലക്ഷത്തിന്റെ ഒരു കൊച്ചു വീട് പോലും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. എന്താണ്? അല്ലാഹു നിനക്ക് തന്ന ദാരിദ്ര്യത്തിൽ നീ ക്ഷമിക്കാൻ തയ്യാറായാൽ നിന്റെ അയൽവാസിയേക്കാൾ 500 വർഷം നേരത്തെ നീ സ്വർഗത്തിലെത്തും. അതുപോലെ ഇവിടെ നീ പ്രയാസപ്പെട്ടത്, ഇവിടെ നീ കഷ്ടപ്പെട്ടത്, അവിടെ നിനക്ക് സുഖിക്കാനാണ്. ഇവിടെ നമ്മൾ സുഖിച്ചാൽ അവിടെ നമ്മൾക്ക് സുഖിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ മുതലാളിമാരൊക്കെ സുഖിച്ച് ജീവിച്ചാൽ അവർക്ക് നാളെ ആഖിറത്തിൽ കഷ്ടപ്പെടുമെന്നല്ല. അവര് തഖ്വയോടെ ജീവിച്ചിട്ട് അവരുടെ സമ്പാദ്യം ഹലാലിൽ നിന്ന് അവർ ചെലവഴിക്കുന്നത് ഹലാലിലൂടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നന്നായി സ്വതക്ക ചെയ്താൽ അവർക്കും അല്ലാഹു തആല ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാകുമെങ്കിലും, അവരുടെ സാമ്പത്തിക വരുമാനത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും, നാളെ മഹ്ശറ ലോകത്തെത്തുമ്പോ അവർ ചെലവഴിച്ചതിന്റെ പ്രതിഫലമായി അല്ലാഹു അവർക്കും പകരം സ്ഥാനങ്ങളൊക്കെ നൽകും. പക്ഷേ പാവപ്പെട്ടവനേക്കാൾ ഒരുപാട് വൈകിട്ട് തന്നെയാണ് മുതലാളിമാര് സ്വർഗത്തിലെത്തുക. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് സ്വർഗത്തിലാണ്. പക്ഷേ 500 വർഷത്തെ ചോദ്യം കഴിഞ്ഞിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ സ്വർഗത്തിലെത്തുക, പണക്കാരനായതുകൊണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നത് ഹബീബ മഹാന്മാരായ പ്രവാചകന്മാരാണ്. പിന്നെ പ്രവാചകന്മാരോട് ചേർന്ന് കിടക്കുന്നവർ സഹാബാക്കൾ, അവരുടെ സ്വന്തക്കാര്, അവരുടെ ഇഷ്ടക്കാര്. നിങ്ങൾക്ക് എത്ര ഈമാനുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഇബ്രാഹിം നബിയെ അല്ലാഹു കൂടുതൽ പരീക്ഷിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി ജനിക്കുന്നത് ഉപ്പയില്ലാതെ യതീമായിട്ടാണ്. അളാപ്പയായ ആസറാണ് ഇബ്രാഹിം നബിയെ വളർത്തുന്നത്. അളാപ്പയുടെ പണി ബിംബം കച്ചവടം ചെയ്യലാണ്, ബിംബ വിൽപ്പനയാണ് അളാപ്പയുടെ പണി. ഇബ്രാഹിം നബി ചെറുപ്പത്തിലെ ബിംബത്തെ നിഷേധിക്കുന്ന ആളാണ്. സ്വന്തം പിതാവിനെ പോലെ ജീവിക്കുന്ന അളാപ്പയുടെ കച്ചവടത്തെ എതിർത്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ജീവിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കല്യാണം കഴിഞ്ഞ് മക്കളില്ല. ചെറുപ്പത്തിലെ അദ്ദേഹം നേരിടേണ്ടി വന്നത് നമ്രൂദിന്റെ തീകുണ്ടാരമാണ്. എന്തിനാണ് തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞത്? നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങള് വെറും കല്ലുകളാണ് എന്ന് പറഞ്ഞതിനെ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ പേരിൽ ആ സമയത്ത് സ്വന്തം അളാപ്പയെ പോലും ധിക്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യയിലൂടെ മക്കളെ കിട്ടിയില്ല. 100 വയസ്സ് കഴിഞ്ഞു, മക്കളില്ല. അടിമ സ്ത്രീയിൽ നിന്ന് മക്കളുണ്ടായി. അപ്പൊ ഭാര്യ പ്രശ്നമുണ്ടാക്കി. അടിമ സ്ത്രീയിലൂടെ മക്കളുണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് അതൊരു പ്രശ്നമായി തോന്നി. അപ്പൊ അല്ലാഹു തആലയോട്
വർഷങ്ങളോളം കരഞ്ഞ് ദുആ ചെയ്തിട്ട് അല്ലാഹു തആല നൽകിയ മകനെ ആരാരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഒഴിവാക്കാൻ പറഞ്ഞു. ആ മക്കളെയും കൊണ്ട് 2000 കിലോമീറ്റർ സഞ്ചരിച്ചു ഇബ്രാഹിം നബി. മക്കയിൽ വിജനമായ സ്ഥലത്തെത്തി. അവിടെയുള്ളത് മണലാരുണ്യങ്ങളാണ്, പാറക്കൂട്ടങ്ങളാണ്, മരങ്ങളില്ല, വെള്ളമില്ല, നാട്ടുകാരില്ല, മൃഗങ്ങളില്ല, ഒച്ചപ്പാടില്ല, ബഹളങ്ങളില്ല, ആരാരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഒരുപാട് കാലം ദുആ ചെയ്ത് കാത്തിരുന്ന തന്റെ പൊന്നുമോനെ ഉപേക്ഷിച്ച് തിരിച്ചു വരികയാണ്. ഏതൊരു പിതാവിനാണ് സഹിക്കാൻ കഴിയുക? പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. സ്വന്തം ഭാര്യയെ ആരാരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചു വരാൻ എങ്ങനെയാണ് ഒരു പിതാവിന് കഴിയുക, ഒരു ഭർത്താവിന് കഴിയുക? അള്ളാഹു പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, അവിടെ വൈ എന്ന ചോദ്യമില്ല, അനുസരിച്ചോളണം. അതാണ് ഇബ്രാഹിം നബിയുടെ പ്രത്യേകത. തിരിച്ചു വന്നു ഇബ്രാഹിം നബി. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. പക്ഷേ തിരിച്ച് അല്ലാഹു തആല ഇബ്രാഹിമിനെ വീണ്ടും പരീക്ഷിക്കുകയാണ്. ഒരുപാട് കാലം വിജനമായ സ്ഥലത്ത് അല്ലാഹുവിന്റെ സഹായം കൊണ്ട് വളർന്നു വലുതായ ആ ഓമനത്വം തോന്നുന്ന പിഞ്ചോമന പൈതലിനെ അറുക്കാൻ പറയുന്നു. ഒരു മടിയുമില്ലാതെ വൈ എന്ന് ചോദിക്കാതെ സമിഅനാ വഅതഅനാ, ഞാൻ അറുത്തോളാം. അങ്ങനെ അറുക്കാൻ തീരുമാനിച്ചു പോയി. പക്ഷെ അല്ലാഹു അവിടെയും രക്ഷപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വീണ്ടും വരുന്നു ഫലസ്തീനിലേക്ക്. പിന്നെ പോകുന്നത് പരിശുദ്ധമായ കഅബയുടെ നിർമ്മാണത്തിന്. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച പരീക്ഷണങ്ങളേറെയാണ്, പ്രതിസന്ധികളേറെയാണ്. തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കണോ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി ജിബ്രീലിനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട. ഞാൻ അല്ലാഹുവിന് വേണ്ടി ദഅവത്ത് നടത്തുമ്പോ ആ പരീക്ഷണത്താൽ എന്നെ ശിക്ഷിക്കുകയാണ്. അല്ലാഹു സഹായിക്കുകയാണെങ്കിൽ ഞാൻ സ്വീകരിച്ചോളാമെന്ന്. അങ്ങനെയാണ് തീകുണ്ടാരത്തെ അല്ലാഹു ഏസിയാക്കി മാറ്റുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്നത് മഹാന്മാരായ പ്രവാചകന്മാരാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടവും പ്രവാചകന്മാരോട് തന്നെയാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവരാരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടാരോടാ? നബിതങ്ങളോടാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ട നബിതങ്ങളോടാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് നബിതങ്ങൾ. പിതാവില്ലാതെ ജനിക്കുന്നു, പട്ടിണിയാണ്, കുടുംബത്തിന്റെ കയ്യിൽ ക്യാഷില്ല, ഉമ്മ 6-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു, ആടിനെ മേച്ച് ജീവിക്കേണ്ടി വരുന്നു, ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ അനാഥയായിട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് അള്ളാഹു നൽകിയ എല്ലാ മക്കളെയും അള്ളാഹു തിരിച്ചു കൊണ്ടുപോയി, ഒരാളൊഴികെ. ഫാത്തിമ ബീവി അല്ലാത്ത എല്ലാ മക്കളും മരിച്ചുപോയി. നബി തങ്ങളുടെ ജീവിതത്തിൽ നബി തങ്ങൾ മക്കളുടെ മരണം കണ്ടു. ഒരു പിതാവ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം സ്വന്തം മക്കളുടെ മരണം ജീവിക്കുമ്പോ കാണുക എന്നുള്ളതാണ്. സ്വന്തം മക്കളെ സ്വന്തം കൈകൊണ്ട് മറമാടുക എന്നുള്ളതാണ്.